നമസ്കാരം. ഗുരുനാഥൻ്റെ വരികളിലൂടെ തന്നെ തുടരുകയാണ്. രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അർബുദ രോഗത്തെക്കുറിച്ച് ഭാരതീയ ആയുർവേദ പരിചയത്തിൽ അതിൻ്റെ പ്രാചീനമായ തലങ്ങളിൽ നിന്നുള്ള ഒരു അന്വേഷണമാണ് ഗുരുനാഥൻ ഇവിടെ നടത്തിയിട്ടുള്ളത്. ക്യാൻസർ രോഗത്തിന് മനുഷ്യൻ്റെ ചരിത്രത്തോളം പഴക്കമുണ്ട്. മനുഷ്യചരിത്രം എന്നു മുതൽ എഴുതപ്പെട്ടുവോ, നമ്മുടെ ആരോഗ്യ ചരിത്രം എന്നു മുതൽ എഴുതപ്പെട്ടുവോ അന്നു മുതൽ തന്നെ അതിൽ അർബുദ രോഗത്തിൻ്റെ പരാമർശവുമുണ്ട്. അതിന് ആധുനികരിട്ട പേരാണ് ക്യാൻസർ എന്ന്. അന്നു മുതൽ തന്നെ ഇതിലുള്ള പഠനങ്ങളും ഇതിൻ്റെ അറിവുകളുമെല്ലാം പല പല മഹാന്മാരും പല പല രൂപത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഗ്രീക്ക് യവന പാരമ്പര്യത്തിലും ഈ ഒരു രോഗം അതിൻ്റേതായ ഒരു വിഭാഗം ആയിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. ഇന്നുള്ള ചിലതരം ക്യാൻസർ ചികിത്സകളെല്ലാം അന്നുള്ള ചികിത്സകളുമായിട്ട് ഒരുപാട് സാമ്യമുള്ളതാണെന്ന് പല ഗവേഷകരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഗ്രീക്ക് ഇതിഹാസത്തോളം പഴക്കമുള്ള അർബുദ രോഗം അല്ലെങ്കിൽ ഭാരതീയ വേദചരിത്രത്തോളം പഴക്കമുള്ള അർബുദ രോഗം എന്നെല്ലാമാണ് ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ഒരു ചരിത്രം പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത്. ഇന്നത്തെ പരിഷ്കൃത ക്യാൻസർ ചികിത്സകൾ തന്നെ മറ്റൊരു തരത്തിൽ പണ്ടും ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് നിങ്ങളോട് അത്ഭുതകരമായിട്ട് എനിക്ക് പറയാനുള്ളത്. അന്ന് ഇതിനെ കർക്കിടകം എന്ന് വിശേഷിപ്പിച്ചിരുന്നു. കർക്കിടകം എന്നാൽ ഞണ്ട്, പിടിച്ചാൽ വിടില്ല. ക്യാൻസർ എന്ന വാക്കിൻ്റെ അർത്ഥവും അതുതന്നെയാണ്. അത് ഇറുക്കിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് ആ വാക്ക് വരാനുള്ള ഒരു കാരണമായിട്ട് പറയാനുള്ളത്. കർക്കിടക രോഗം, പിന്നീട് അതിനെ വിദ്രതി, ഗ്രന്ഥി, അർബുദം അങ്ങനെയെല്ലാം ഉള്ള പേരുകളിൽ പിന്നീടും അറിയപ്പെട്ടു തുടങ്ങി. അപ്പോൾ ഒരുപാട് വലിയ പഠനങ്ങൾ ഇതിൻ്റെ മേഖലയിൽ നടന്നിട്ടുണ്ട് എന്നാണ് സൂചിപ്പിച്ചു വരുന്നത്. എന്നാൽ ഭാരതീയ പഠനങ്ങളിലോ പൗരാണിക പഠനങ്ങളിലോ ഒന്നും ക്യാൻസറിനെ മഹാരോഗങ്ങളുടെ പട്ടികയിൽ പെടുത്തിയിട്ടില്ല. അത് ഇപ്പോഴാണ് ആധുനികരാണ് അത് ചെയ്തത് എന്നാണ് പറയുന്നത്. ക്യാൻസർ രോഗത്തെ ഒരനുബന്ധ രോഗമായിട്ട്, അതായത് മറ്റേതോ രോഗത്തിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് ആയുർവേദം അതിനെ കണ്ടിട്ടുള്ളത്. അതായത് ഇതിൻ്റെ കാരണങ്ങളിലേക്ക് കടന്നാൽ മറ്റൊരു രോഗത്തെ കണ്ടെത്താം, അതിനെ ചികിത്സിച്ചാൽ ക്യാൻസറിനെ സുഖപ്പെടുത്താനും കഴിയും എന്നുള്ളതാണ് ആ പഠനത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു നിഗമനത്തിൻ്റെ കാതൽ. ആയുർവേദ ഗ്രന്ഥങ്ങളിലുള്ള കർക്കിടക രോഗമല്ല ആധുനികർ പറയുന്ന ക്യാൻസർ രോഗം എന്നും ചിലരെല്ലാം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അത് വേറെ ഇത് വേറെ. എന്നാൽ കർക്കിടക രോഗത്തിന് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറയുന്ന ചികിത്സകൾ നമ്മുടെ കോട്ടയ്ക്കൽ ഉള്ള അന്തരിച്ച വാര്യർ സാർ പോലെയുള്ളവർ ചെയ്തപ്പോൾ ക്യാൻസർ മാറിപ്പോയ അനുഭവം പലർക്കും ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇത് രണ്ട് കാരണങ്ങളാലാവാം. ഒന്ന്, ആധുനിക രീതികൾ ഉപയോഗിച്ച് ആ രോഗത്തെ കണ്ടെത്തിയത് തെറ്റായതുകൊണ്ടാവാം. അല്ലെങ്കിൽ ഇവർ പറയുന്ന കർക്കിടകം അഥവാ അർബുദം എന്ന രോഗം തന്നെയാണ് ക്യാൻസർ എന്നും വരാം. ഇങ്ങനെ രണ്ട് വാദഗതികൾ ഇതേക്കുറിച്ച് ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. രോഗത്തിൻ്റെ കാരണത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടെത്തുന്ന രോഗവും ഇതിനു മുമ്പുണ്ടായിരുന്ന രോഗവും അത് രണ്ടാണോ അതോ ഒന്ന് തന്നെയായിരുന്നോ എന്നുള്ളതിനൊന്നും
യാതൊരു പ്രസക്തിയുമില്ല. രോഗിയെ സംബന്ധിച്ചിടത്തോളം രോഗം പൂർണ്ണമായി സുഖപ്പെടണം എന്ന് മാത്രമേ ഉള്ളൂ. അത് ഏത് രോഗമായാലും ആരോഗ്യത്തെ ഹനിക്കുന്നത് എന്താണോ അതാണ് രോഗം. അപ്പോൾ ആരോഗ്യത്തെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് രോഗചികിത്സയുടെ ലക്ഷ്യവും മാർഗവും. ഈ പറയുന്ന രക്താർബുദം എന്ന് പറയുന്ന അഥവാ ലൂക്കീമിയ എന്ന് പറയുന്ന വിഭാഗത്തിൽ AML, CML, M1, M2, M3 ഒക്കെ ഒരുപാട് വ്യത്യസ്ത സ്റ്റേജുകളുള്ള പരിണാമങ്ങളുള്ള അവസ്ഥകളുണ്ട്. അവയെക്കുറിച്ചൊക്കെയുള്ള അറിവുകൾ നമ്മുടെ ആയുർവേദത്തിലെ പാണ്ഡുരോഗ നിദാനം ഒന്ന് വായിച്ച് സൂക്ഷ്മമായി പഠിച്ചാൽ അതിൽ നമുക്ക് കാണാൻ പറ്റും. രക്തത്തെക്കുറിച്ചുള്ള ഗംഭീര പഠനങ്ങൾ സുശ്രുത ഗ്രന്ഥങ്ങളിലുണ്ട്. അതിനും മുമ്പുള്ള വേദങ്ങളിലുണ്ട്. വൃദ്ധജീവകീയത്തിൽ ഇതേക്കുറിച്ച് വളരെ ഡീറ്റെയിലായിട്ട് കാണാം. എന്തിനു പറയണം, കാമസൂത്രത്തിൽ വരെ രക്താണുക്കളെയും മറ്റും വേർതിരിച്ചു കൊണ്ടുള്ള പഠനങ്ങളുണ്ട് എന്നാണ് ഗുരുനാഥൻ പറയുന്നത്. കാമസൂത്രത്തിൽ ധാതുക്കളുടെ പരിണാമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആപാദവൃത്ത താമ്രച്ഛ കിഞ്ചിത ദർശന എന്നെല്ലാം വാത്സ്യായനൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് കാമസൂത്രത്തിൽ. അതായത് ചെമ്പിൻ്റെ നിറമുള്ളത്, വൃത്താകാരമുള്ളത്, കാലില്ലാത്തത്, നഗ്നനേത്രം കൊണ്ട് കാണാൻ പറ്റാത്തവയം ഇങ്ങനെയൊക്കെ രേഖപ്പെടുത്തണമെങ്കിൽ സൂക്ഷ്മ രക്താണുക്കളെയൊക്കെ ഈ വിധത്തിലെല്ലാം രേഖപ്പെടുത്തണമെങ്കിൽ, രോഗാണുക്കളെയെല്ലാം ഈ തരത്തിലെല്ലാം വേർതിരിച്ച് പറയണമെങ്കിൽ അന്ന് അവർ ഏതെങ്കിലും ഒരു മാർഗം അല്ലെങ്കിൽ ഒരു ഉപകരണം അതിനു വേണ്ടി കണ്ടെത്തിയിട്ടുണ്ടാകുമല്ലോ. ആ ഉപകരണങ്ങളൊന്നും ആ മാർഗങ്ങളൊന്നും ഇന്ന് എവിടെയും കാണാനില്ല എന്നതുകൊണ്ട് മാത്രം അത്തരമൊരു കണ്ടുപിടുത്തമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതാണ് ഇന്ന് ബുദ്ധിജീവികളുടെ വാദം. അവരൊക്കെ ഊഹം വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് എന്ന്. പക്ഷേ ഇവയുടെയൊക്കെ ഷേപ്പ്, നിറം, അതിൻ്റെ സ്വഭാവം ഇതെല്ലാം വേദകാല ഗ്രന്ഥങ്ങളിലുള്ളത്. അതെങ്ങനെ വന്നു എന്നതിന് ആധുനിക ബുദ്ധിജീവികൾക്ക് ഉത്തരമില്ല. ഒരു ശാസ്ത്രവും പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് പൂർവമായിട്ട്, ഒരു കണ്ടുപിടുത്തത്തിന് പൂർവമായിട്ട് അതിന് മുമ്പേ ഒരു കണ്ടുപിടുത്തം ഉണ്ടായിരിക്കും. ഉണ്ടെങ്കിലേ ഒരു കണ്ടുപിടുത്തം ഉണ്ടാവുള്ളൂ. 1ഉം 2ഉം പഠിച്ചവന് മാത്രമേ 3 എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ പൗരാണികൻ്റെ കണ്ടെത്തലുകളിൽ ഏതോ ഗംഭീരമായ പാരമ്പര്യമായ ഒരറിവുണ്ടായിരുന്നു. ആധുനികരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ആധുനികർ ഒരു കാര്യം കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ മറ്റാരോ കണ്ടുപിടിച്ച ഒരറിവിൻ്റെ പിൻബലമുണ്ട്. അതിൽ നിന്നാണ് ഇവരും അറിവ് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് എല്ലാ രംഗങ്ങളിലും, അത് ഏത് ശാസ്ത്ര രംഗങ്ങളായാലും ഏത് പുതിയ കണ്ടുപിടുത്തങ്ങളിലും എല്ലാം ഒരു കോപ്പിയടി ഉണ്ടാകും. നമ്മുടെ ഈ ഒരു പ്രഭാഷണ പരമ്പര മുഴുവൻ കോപ്പിയടിയാണല്ലോ. ഗുരുനാഥൻ്റെ അതേ വാക്കുകൾ ഞാൻ എൻ്റെ സ്വന്തം നിലയിൽ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഏതൊരറിവിന് പിന്നിലും ഏതൊരു പ്രവൃത്തിക്ക് പിന്നിലും നമ്മുടെ ഒരു പാരമ്പര്യ അറിവ് അല്ലെങ്കിൽ ഒരു ഗുരുസ്ഥാനത്തുള്ള ഒരു വ്യക്തിയുടെ അനുഗ്രഹം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പണ്ടുള്ളതിനെ മുഴുവൻ നിഷേധിച്ചുകൊണ്ട് പുതിയൊരു ശാസ്ത്രശാഖയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ അത് വലിയൊരു വിഡ്ഢിത്തമായിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ബാക്കിയുള്ളത് അടുത്ത ഭാഗത്ത് നാളെ പറയാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.